ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം ആരാധിക്കുവാൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നമ്മളും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയെ നോക്കി പറക്കുന്നത്. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അവരുടെ നിയോഗങ്ങളോട് ചേർത്ത് ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടി എടുത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേറെ പ്രത്യേകമായിട്ട് ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ സഹോദരങ്ങളുടെ നിയോഗങ്ങളെ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അവർ ഡെയിലി ബ്രെഡ് എന്ന വലിയ ശുശ്രൂഷയിലൂടെ ദിവസം മുഴുവനും ലക്ഷക്കണക്കിന് മക്കളാണ് വലിയ സമാശ്വാസം പ്രാപിക്കുന്നത്. അവരുടെ ഓരോ മക്കളെയും നിയോഗങ്ങൾ, അവർ ടൈപ്പ് ചെയ്യുന്ന ഓരോ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകിയിടണമേ. അഭിഷേകം സകല ജനത്തിൻ്റെ കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. കൈകൾ ഉയർത്തി ആത്മാ
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനദിയായി ഒഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർമ്മലിൽ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആഹാരം ഇറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കൈകൾ ഉയർത്തി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനദിയായി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. 2024 നവംബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 12th കഴിഞ്ഞപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ ജർമ്മനിയിലാണ്. അപ്പോൾ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ജർമ്മനിക്ക് പോവാം, അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും, ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ചേട്ടൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനും സജസ്റ്റ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഞാൻ A1 കയറിയ ടൈമിൽ എനിക്ക് മൊത്തത്തിലൊരു സഫക്കേഷൻ ആയിരുന്നു. ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാർ, ഇത്രയും നാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പെട്ടെന്ന് ജർമ്മനിലോട്ട് വരുമ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ ആണെങ്കിൽ ഫുൾ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ ഡ്രോപ്പാക്കി. പക്ഷേ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സെറ്റായി വന്നു. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് തന്നെ എൻ്റെ A1 പാസ്സായി, A2 പാസ്സായി, B1ഉം B2ഉം പാസ്സായി. അങ്ങനെ B2 പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമുക്കിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യും. നമുക്ക് 4 മൊഡ്യൂൾസാണ് വരുന്നത്: ലിസണിങ്ങും, റീഡിങ്ങും, റൈറ്റിങ്ങും, സ്പീക്കിങ്. അപ്പോൾ എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ഭയങ്കരമായിട്ടും പാടായിരുന്നു. നമുക്ക് ഇപ്പോൾ 30-ലാണെങ്കിൽ 18 മാർക്ക് വേണം പാസിംഗ് മാർക്ക്. അപ്പോൾ അതിനെ 100-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പാസിംഗ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു 16, 17, മാക്സിമം വന്ന 17, അതിന് അപ്പുറത്തോട്ട് എനിക്ക് പോവാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, ഞാൻ എന്നെ പറഞ്ഞാൽ ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ, ഞങ്ങളുടെ മാർച്ചിലാണ് ക്ലാസ് കഴിയുന്നത്,
ഏപ്രിലിൽ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പുറത്ത് പോയി എക്സാം എഴുതുന്നതിനോട് വല്ല താല്പര്യമില്ലായിരുന്നു. ഞാൻ കേരളത്തിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിൽ 2 സെൻറ്ററാണ് വരുന്നത്, ട്രിവാൻഡ്രം, കൊച്ചി. അപ്പോൾ അവിടെ നമുക്ക് മെയിൽ ത്രൂ ആണ് നമ്മൾ ഡേറ്റ് എടുക്കുന്നത്. നമുക്ക് സെൽഫായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഏജൻറ്റിന് വെറുതെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അയച്ചു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മെയിൽ വന്നു. എനിക്ക് മാത്രം മെയിൽ വരുന്നില്ല. ഈ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. പക്ഷേ എൻ്റെ മമ്മിയുടെ ഉടമ്പടി ഞാൻ ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മെയിൽ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കാണെങ്കിൽ 100ൽ 91 ഉണ്ടായിരുന്നു. എൻ്റെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായി. ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ 91 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കോൺഫിഡൻസ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വേറെ സ്ഥലത്ത് കേരളത്തിന് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കോയമ്പത്തൂർ എടുക്കാം. കോയമ്പത്തൂരാകുമ്പോൾ എൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ ഏപ്രിലാണ് ഡേറ്റ് എടുക്കണേ. അപ്പോൾ അവർ പറഞ്ഞ 8 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത് 12 മണിയായപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കരമായിട്ടും വേർത്ത്, ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ എക്സാമിന് കയറുന്ന ടൈമിൽ ഫസ്റ്റ് സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിന് അവർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പറയണം. അപ്പം അതിൻ്റെ ബേസിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം മലയാളത്തിൽ എന്നോട് ഒരാൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനോട് ആൻസർ ഞാൻ അങ്ങനെ പറയുന്നു. അതുപോലെ എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി. ഞാൻ വിചാരിച്ചു എന്തായാലും സ്പീക്കിങ് പാസ്സാവുമെന്ന് വിചാരിച്ചു. ഇറങ്ങി വന്നപ്പോൾ പിന്നെ ആഫ്റ്റർനൂൺ ആയിരുന്നു എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും വന്നത്. അതെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഫെയിലാവുമെന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു, ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അന്തോണിസ് പുണ്യാളനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓൾ ഓവർ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. പക്ഷേ കൃപാസന മാതാവിനോട് എടുത്ത് ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു. എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിസണിങ് റീഡിങ് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. പേപ്പർ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ അന്തോണിസ് പുണ്യാളൻ എന്നെ പാസ്സാക്കാവോ എന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു. ഞാൻ എടുത്ത് നോക്കി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആൻസറൊക്കെ എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞു. റൈറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഫെയിലായി. ഞാൻ തോക്കുമെന്ന് വിചാരിച്ചാൽ എൻ്റെ ലിസണിങ് റീഡിങ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയി. നമുക്ക് വല്ലാത്ത വിഷമമായി. കാരണം വിചാരിച്ചില്ലാത്ത രീതിയിൽ തോൽവി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മമ്മിയുടെ ഉടമ്പടി ഏറ്റെടുത്ത് എല്ലാം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡേറ്റ് എടുത്തു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് റൈറ്റിംഗ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കിങ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൊഡ്യൂളായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ഒരു ഓവർനൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 2 മണി വരെ ഇരുന്നൊക്കെ പഠിച്ച് വെളുപ്പിന് എഴുന്നേക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. പക്ഷേ പ്രയോജനമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ മോർണിംഗ് ആയിരുന്നു എൻ്റെത് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. റൈറ്റിംഗ് എനിക്ക് നന്നായിട്ട്, ഞാൻ പഠിച്ച ടോപ്പിക്കായിരുന്നു, റിവൈസ് ചെയ്ത ടോപ്പിക്കായിരുന്നു, നന്നായിട്ട് ഞാൻ എഴുതി. ഉച്ചയായപ്പോഴായിരുന്നു എൻ്റെ സ്പീക്കിങ്. പക്ഷേ സ്പീക്കിങ്ങിന് വന്നപ്പോൾ നമ്മുടെ എക്സാമിനേഴ്സൊക്കെ ഭയങ്കരമായിട്ടൊരു റൂഡായിട്ട് പെരുമാറുന്ന രീതിയിലായിരുന്നു. നമ്മളോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെ കരയിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ കരഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നി സ്പീക്കിംഗ് എന്തായാലും ഞാൻ ഫെയിലാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2ഉം ഫെയിലായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും വിഷമമായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതാണല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇനി മറ്റുള്ളവരുടെ ഉടമ്പടി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉടമ്പടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നവംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ ഡിസംബറിലോട്ട് ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫെബ്രുവരിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. എനിക്ക് പിന്നെയും ട്രിവാൻഡ്രം തന്നെ കിട്ടിയത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, പോയി ഫെയിലായ സ്ഥലത്ത് പിന്നെയും പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു. റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് എഴുതി നോക്കി. സ്പീക്കിംഗ് ആണെങ്കിലും ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ രാവിലെ ആയിരുന്നു റൈറ്റിംഗ് വന്നിരുന്നത്. റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളം വരട്ടിയും അതുപോലെ തന്നെ തേൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ റിവൈസ് ചെയ്തപ്പോൾ ആ ടോപ്പിക്ക് അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ടോട്ടൽ 6 പാരഗ്രാഫ് എഴുതണം. പക്ഷേ എനിക്ക് 2 പാരഗ്രാഫ് ഞാൻ കഷ്ടിച്ച് എഴുതി.
പക്ഷെ എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് എന്തായാലും തോന്നി എന്തായാലും ഫെയിലാവും, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കായിരുന്നു എൻ്റെ സ്പീക്കിംഗ് നല്ല ഈസി ആയിരുന്നു, നന്നായിട്ട് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഫെയിലാവുമെന്ന് വിചാരിച്ച എൻ്റെ റൈറ്റിംഗ് ഞാൻ 71 മാർക്കിൽ ഞാൻ പാസ്സായി. 60 മാർക്കാണ് പാസ് മാർക്ക്. അതെനിക്ക് ഉറപ്പാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എൻ്റെ പേപ്പറിൽ. എനിക്കിപ്പോഴും അറിയാം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ സ്പീക്കിംഗ് ഞാൻ തോക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് എടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനെ കണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, ഞാൻ എൻ്റെ ഉടമ്പടിയും കൂടെ കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു. ഞാനന്ന് ശരിക്കും ഉഴപ്പി, എൻ്റെ ഉടമ്പടി ഞാൻ നല്ല വൃത്തിക്ക് ഉഴപ്പിയായിരുന്നു. എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ സ്പീക്കിംഗ് ഞാൻ ഫെയിലായി. അപ്പം പിന്നെ ഞാൻ മടുത്തു, എക്സാം എഴുതി ഒരുപാട് ക്യാഷും ആയി. പിന്നെ ശരിക്കും മടുത്ത്, കുറേ നാളായി പോണില്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നു. ശരിക്കും നമ്മൾ വല്ലാത്തൊരു മടുപ്പായി. പിന്നെ ഞാനെങ്കിലും വിചാരിച്ചു ഏജൻസി ഡീൽ കൊടുക്കാം പുറത്ത്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു 3 മൊഡ്യൂൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 4 മൊഡ്യൂൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, 3 മൊഡ്യൂളുകാർ ഇപ്പോൾ അവരെടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ഒരു ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു വിത്തൗട്ട് ഇൻ്റർവ്യൂ. ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് എനിക്ക് തരാമോ, എനിക്ക് പേടിയാണ്. കാരണം അവിടെ എന്ന് വെച്ചാൽ ജർമ്മൻസ് തന്നെയാണ് ഇൻ്റർവ്യൂവിന് എടുക്കുന്നത്. അവരുടെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാതാവ് എനിക്ക് അതുപോലെ തന്നെ വന്നു. വിത്തൗട്ട് ഇൻ്റർവ്യൂവിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി. കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിസക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. VFSൽ ഭയങ്കരമായിട്ടും പ്രശ്നമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫുള്ള് റിജക്ഷനൊക്കെ വന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റിയും വന്നു. 1 ഇയർ എഗോ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ 2 പേപ്പർ 1 ഇയർ എഗോ ആയിരുന്നു, ഒരെണ്ണം മാത്രമായിരുന്നിട്ടുള്ളൂ 1 ഇയറിന് താഴെയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം ഓഗസ്റ്റിലും കിട്ടിയില്ല, സെപ്റ്റംബറിലും ഡേറ്റ് കിട്ടിയില്ല. പെട്ടെന്ന് എനിക്ക് ഒക്ടോബർ 29-ാം തീയതി എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ഡേറ്റ് കിട്ടിയ ടൈമിലാണെങ്കിലും ഞാൻ ഒരുപാട് ടെൻഷനായി. ആ ഒരു ടൈമിൽ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ വിശ്വസിച്ചോളാം, എനിക്ക് മാതാവിൻ്റെ രൂപം പ്രതീക്ഷണ സമയത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ വിസ കിട്ടും എന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എന്തായാലും വിസ എനിക്ക് കിട്ടും. അപ്പോൾ വിസ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മലയാളീസ് ആയപ്പോൾ അവർക്കൊരിതുണ്ട്, അവർക്ക് മെയിനായിട്ടും ഈ കർണാടക ടീംസിനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ നമ്മളോട് ലാംഗ്വേജൊക്കെ ആയിട്ട് അവർക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭംഗിയായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ അന്ന് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന രാത്രിയാണ് എനിക്ക് എൻ്റെ അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഏജൻസി അയച്ചു തരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ വിസയിൽ ഞാൻ എൻ്റെ അക്കോമഡേഷൻ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ചെറിയൊരു റീസൺ വരെ അവർ റിജക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു റീസൺ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കൊറിയർ വന്നിട്ടുണ്ട്, വിസ ഡിസ്പാസ്സായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് എൻ്റെ വിസ കളക്ട് ചെയ്തു. ഞാൻ എന്നിട്ട് പള്ളി ചെന്നാണ് ഞാൻ തുറന്നത്. ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് മാതാവ് എനിക്കൊന്ന് തരണം, ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടായി, ഇപ്പോൾ ഇതിന് ഒരുപാട് ക്യാഷായി, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാനിത് വന്ന് എൻ്റെ വിസ വന്നെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും വിസ റിജക്റ്റ് ആവും, അതൊരു റീസൺ ആണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നന്ദിയാ എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ രോഗസൗഖ്യമാണെങ്കിൽ എനിക്ക് കാലിന് എൻ്റെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കാലിന് ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ലെഗിന്. അപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ഞാൻ തൊങ്കിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിനെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവർ പാരസെറ്റമോൾ വന്ന് വിട്ടു. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വേദന കൂടി. പിന്നെ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു അസ്ഥിക്ക് ബലമില്ലാഞ്ഞിട്ടാണ് വേദന വരുന്നത്. അപ്പോൾ ലൈഫ് ലോങ് ഒരു ടാബ്ലറ്റ് വന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പെയിൻ കില്ലറും തന്നായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല. വേദന വരുമ്പോൾ ആ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഉടമ്പടിയൊക്കെ എടുത്തു. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതുവരെ എനിക്ക് ഈ നിമിഷം വരെ ആ വേദന വന്നിട്ടില്ല. ഞാൻ പിന്നീട് ആ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുമില്ല.
പിന്നെ എനിക്ക് ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ബസ്സിലൊക്കെ പോവുകയാണെങ്കിലും കാറിൽ പോവുകയാണെങ്കിലും ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ പത്രം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ടൈമിൽ ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പേഴ്സിൽ നോക്കിയപ്പോൾ എൻ്റെ ടാബ്ലറ്റ് കാണാനില്ല. ഞാൻ ഫുള്ള് നോക്കി, ബാഗിൽ നോക്കി, കാണാനില്ല. പിന്നെ ഞാൻ കഴിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു. പക്ഷെ അന്നെന്തോ ഞാൻ വൊമിറ്റ് ചെയ്തില്ല. വീട്ടിൽ വന്നാൽ തിരിച്ച് ഞാൻ എൻ്റെ ബാഗിൽ ആ പേഴ്സ് നോക്കിയപ്പോൾ ആ ടാബ്ലറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എടുത്ത് മാറ്റിയതാണ്. ഇന്ന് വരെ ഞാൻ പിന്നെ ബാംഗ്ലൂർ വരെ പോയിട്ട് ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ നൽകിയൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റാവുന്ന മാസത്തിലൊക്കെ വന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുമായിരുന്നു. പിന്നെ ഫസ്റ്റൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ ആയിരിക്കും കൊടുക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു നമ്മൾ പൊതു സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചേർത്തല ഫുള്ള് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോ വീട്ടിലും കയറി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു അനുഭവം വന്നതെന്ന് വെച്ചാൽ, ഞാൻ ചേർത്തല ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുന്ന ടൈമിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് എന്തിനാണിത്, ലാസ്റ്റ് അവർ കണ്ണാടി തുടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അന്നത്തോടെ ഞാനത് ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ കാണുമ്പോൾ അവിടെ അവർ ഓട്ടോ തുടയ്ക്കുന്നുണ്ട്, ആ പേപ്പർ കൊണ്ട് ഞാൻ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ടേ ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് നിർത്തി. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ അമ്മച്ചിമാരെ പോയി കാണുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ വഴിയോരങ്ങളിൽ എന്നോട് ക്യാഷ് ചോദിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പണ്ടൊന്നും ഞാൻ ഇതുവരെ കൊന്ത ഇല്ലിയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങിയത്. കൊന്തയെല്ലുമ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലാറില്ല. എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പ്രത്യേകിച്ചും 5ാമത്തെ രഹസ്യം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. ഇത്രയൊക്കെ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ചെയ്ത എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷീന, സ്ഥലം പാല. ഞാൻ 2018 ഡിസംബർ 9 തീയതി മുതൽ ഉടമ്പടി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആദ്യം പറയുന്ന സാക്ഷ്യം എന്നാന്ന് വെച്ചാൽ, എനിക്ക് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ആ സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. പലരും വന്ന് നോക്കിയെങ്കിലും നടക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാനന്ന് നേർച്ച നേർന്ന മാതാവിനോട് ഒരു വർഷത്തോളം ഇതായിരുന്നു സ്ഥലം വിൽക്കാൻ വേണ്ടി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 9 ഞായറാഴ്ച ഞാൻ അടുപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരി കത്തിച്ചോളാമെന്ന് നേർച്ച നേർന്നു. പക്ഷേ ഞാൻ മാതാവിന് വന്നിട്ടും പ്രാർത്ഥിച്ചു. 9 ദിവസം പോവാതെ 9 ദിവസത്തിനുള്ളിൽ എൻ്റെ കാര്യം സാധിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 9ാമത്തെ ദിവസം എൻ്റെ സ്ഥലക്കച്ചവടം നടന്നു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തലവേദനയുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള തലവേദനയാണ്. ഈ തലവേദന എനിക്ക് പീരീഡ്സ് ആകുമ്പോഴാണ് വരാറുള്ളത്. അത് വല്ലാത്തൊരു വേദനയാണ്. ഡോക്ടർ ഗുളിക തരും, അത് കഴിക്കും, അന്നേരം മാറും. പക്ഷേ ഞാൻ ഇതുവരെ ഈ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിലും ആ തലവേദന ഞാൻ എഴുതാറില്ലായിരുന്നു. വേറെ കാര്യങ്ങളെല്ലാം എഴുതുകയും കൂട്ടുകാരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതുന്നതുകൊണ്ട് എൻ്റെ കാര്യം ഞാനത് വെക്കാറില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടുത്തെ കൗൺസിലിങ്ങിന് നമ്മളെ വിളിച്ചപ്പോൾ അവിടുന്ന് ബ്രദർ ഈ നിയോഗങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കഠിനമായ തലവേദന ഉണ്ടാകാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എഴുതാത്തത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ തന്നെ അതേക്കുറിച്ച് ചിന്തിച്ചത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ വീട്ടിൽ പോയിരുന്ന നിയോഗം വെച്ചില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് ആ തലവേദന വരുത്തരുത്, ഈ തലവേദന മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ തലവേദന പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ കൂട്ടുകാരിയാണ്. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഈ കുഞ്ഞിന് മുഖത്തൊരു വീക്കം ഉണ്ടായി. ആ വീക്കം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നിക്ക് വീക്കം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആൽബുമിൻ്റെ അളവ് 4+ ആയിട്ട് കാണിക്കും. പിന്നെ പ്രോട്ടീൻ്റെ അളവെല്ലാം കൂടുതലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. കുഞ്ഞാണെ വഴക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ESIയിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വിദ്യയെ ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല, ഞാൻ എന്നും വിളിക്കും. എന്നിട്ട് ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടുന്നതാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അച്ഛന് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവരുടെയും കാര്യം, അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സംബന്ധമായ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ പറയാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ ഡെയിലി ബ്രെഡ് അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ എല്ലാ കാര്യങ്ങളും അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കാനും ടെസ്റ്റിലുള്ള മാറ്റങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ അടിവയറ്റിൽ തൈലമെടുത്ത്
കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആൽബുമിൻ്റെ അളവ് കുറയുകയും അത് 2+ ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കുഞ്ഞിന് ആശുപത്രിയിൽ നിന്ന് പോകുന്നു. പിന്നെ ഇപ്പോൾ ഡിസ്ചാർജായി. ഇപ്പോൾ നോക്കുമ്പോഴെല്ലാം നില്ലാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ എല്ലാ രോഗവും മാറി. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഈശോയോടും മാതാവിനോടും എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തിയതിൽ. ഇനി അവൾക്കത് തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രാർത്ഥനയിലും ഞാൻ മാതാവിനോട് അപേക്ഷിക്കും. എൻ്റെ പേര് വിദ്യ എന്നാണ്. ഞാൻ ശരിക്കൊരു മലപ്പുറംകാരിയാണ്, ഹിന്ദു ആണ്. എനിക്ക് ഇങ്ങനെ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. യേശു മാതാവ് ഒന്നും എനിക്ക് അത്ര സുപരിചിതമല്ല ശരിക്ക്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് കൊണ്ടുവന്നത് ചേച്ചിയാണ്, ഷീന ചേച്ചിയാണ്. എനിക്ക് ബൈബിളൊക്കെ വാങ്ങിച്ചു തന്ന് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ചതും മാതാവിനോട് കൂടുതൽ അടുക്കാനും പറ്റിയത് ഷീന ചേച്ചി കാരണമാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഫാമിലി ഒന്നും കൂടെയില്ല. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ 2 മതസ്ഥരായതുകൊണ്ട് തന്നെ ഫാമിലി ഒന്നും ഞങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അസുഖങ്ങൾ വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യാറ്. അപ്പോൾ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ തുണയായിട്ടുള്ളത് ഷീന ചേച്ചിയാണ്. പല അവസരങ്ങളിലും എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മാതാവിനെയാണ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. മാതാവിനെയും ഈശോയെയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിൽ ഞാൻ 2025 നവംബർ 23 എടുത്തത്. ഉടമ്പടി എടുത്ത് 10ാമത്തെ ദിവസമാണ് മോൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് അറിയുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്മ മാതാവ് അത് കാണിച്ചു തന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്നു. അത് കൂടിയിരുന്നെങ്കിൽ ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ലായിരുന്നു, ബുദ്ധിമുട്ടായേനെ. ഇപ്പോൾ അത് തുടക്കത്തിൽ തന്നെ മാതാവ് അത് കാണിച്ചു തന്നതിൽ 1000 നന്ദി അറിയിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് പത്രം വാങ്ങി ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും കൊണ്ട് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു വൈകല്യമുള്ള ഒരു അമ്മച്ചിമാരുണ്ട്. 10-60 പേരുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുകയും അവർ ഇടയ്ക്ക് പോയി കാണാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും 3 പൊതിച്ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കുർബാന കൂടാനെന്ന് പറഞ്ഞാൽ എനിക്ക് വീട് ഒത്തിരി പള്ളിയായിട്ട് ഒത്തിരി അകലമുണ്ട്. അതുകൊണ്ട് കുർബാന ഞായറാഴ്ചയൊന്നും മുടങ്ങാതെ കൂടും. പിന്നെ ഇന്നാണെങ്കിൽ ഇവിടെ വന്നാൽ കൂടിയത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ രാവിലെ പോരും കുർബാന കൂടാൻ വേണ്ടി. ഇത്രയൊക്കെയാണ് സഹായിച്ച മാതാവിന് 1000 നന്ദി.